യുവവും പഴയ അവസ്ഥകളും തമ്മിൽ മാറുന്ന പ്രധാന പ്രോട്ടീൻ കോശങ്ങളുടെ വാർദ്ധക്യം മാറ്റുന്നതിന് താക്കോൽ വഹിച്ചേക്കാം. ചുളിവുകൾ മായ്ക്കുകയോ താടിയെല്ലുകൾ ഉറപ്പിക്കുകയോ ചെയ്ത് നിത്യയൗവനത്തിന്റെ രൂപം വാഗ്ദാനം ചെയ്യുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. എന്നാൽ സെല്ലുലാർ തലത്തിൽ നമുക്ക് സമയത്തെ യഥാർത്ഥമായി തിരിച്ചെടുക്കാൻ കഴിഞ്ഞാലോ? ഇപ്പോൾ ജപ്പാനിൽ നിന്നുള്ള ഗവേഷകർ അത് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോട്ടീൻ കണ്ടെത്തി. സെല്ലുലാർ സിഗ്നലിംഗിൽ ഈ മാസം പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഒസാക്ക സർവകലാശാലയിലെ ഗവേഷകർ പഴയ സെൽ അവസ്ഥകൾക്കിടയിൽ മാറുന്നതിന് ഒരു പ്രധാന പ്രോട്ടീൻ ഉത്തരവാദിയാണെന്ന് വെളിപ്പെടുത്തി. പ്രായമാകുന്തോറും പ്രായമായതും സജീവമല്ലാത്തതുമായ കോശങ്ങൾ സെനസെന്റ് സെല്ലുകൾ എന്നറിയപ്പെടുന്നു. ഒന്നിലധികം അവയവങ്ങളിൽ അടിഞ്ഞുകൂടുന്നു. ഈ കോശങ്ങൾ ഇളം കോശങ്ങളെക്കാൾ വലുതാണ്. കൂടാതെ സ്ട്രെസ് ഫൈബറുകളുടെ മാറ്റം വരുത്തിയ ഓർഗനൈസേഷൻ പ്രദർശിപ്പിക്കുന്നു. കോശങ്ങളുടെ ഘടനാപരമായ ഭാഗങ്ങൾ അവയുടെ പരിസ്ഥിതിയുമായി നീങ്ങാനും സംവദിക്കാനും സഹായിക്കുന്നു. ഈ വാർദ്ധക്യ കോശങ്ങൾക്ക് അവയുടെ വലിയ വലിപ്പം എങ്ങനെ നിലനിർത്താനാകുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പഠനത്തിന്റെ പ്രധാന രചയിതാവ് പിരവാൻ ചന്തച്ചോട്ടിക്കുൽ പറയുന്നു. ഒരു കൗതുകകരമായ സൂചന, സ്ട്രെസ് നാരുകൾ യുവകോശങ്ങളെക്കാൾ വളരെ കട്ടിയുള്ളതാണ്. ഈ നാരുകൾക്കുള്ളിലെ പ്രോട്ടീനുകൾ അവയുടെ വലുപ്പത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുമെന്ന് നിർദ്ദേശിക്കുന്നു. ഈ സാധ്യത പര്യവേക്ഷണം ചെയ്യാൻ ഗവേഷകർ AP2A1 അഡാപ്റ്റർ പ്രോട്ടീൻ കോംപ്ലക്സ് 2 ആൽഫ 1 സബ്യൂണിറ്റ് പരിശോധിച്ചു. ചർമ്മത്തിന്റെ ഘടനാപരവും യാന്ത്രികവുമായ സവിശേഷതകളും എപ്പിത്തീലിയൽ കോശങ്ങളും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഫൈബ്രോബ്ലാസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സെനസെന്റ് സെല്ലുകളുടെ സമ്മർദ്ദ നാരുകളിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് AP2A1. ഗവേഷകർ പ്രായമായ സെല്ലുകളിലെ AP2A1 പദപ്രയോഗം ഒഴിവാക്കുകയും യുവകോശങ്ങളിൽ AP2A1 അമിതമായി പ്രകടമാക്കുകയും ചെയ്ത് വാർദ്ധക്യസഹജമായ പെരുമാറ്റങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. ഫലങ്ങൾ വളരെ കൗതുകകരമായിരുന്നു. മുതിർന്ന എഴുത്തുകാരനായ ഷിൻജി ഡെഗുച്ചി വിശദീകരിക്കുന്നു. പഴയ കോശങ്ങളിലെ AP2A1 അടിച്ചമർത്തുന്നത് വാർദ്ധക്യത്തെ വിപരീതമാക്കുകയും സെല്ലുലാർ പുനരുജ്ജീവനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതേസമയം യുവകോശങ്ങളിലെ AP2A1 അമിതമായ എക്സ്പ്രഷൻ വാർദ്ധക്യത്തെ വർദ്ധിപ്പിച്ചു. കൂടാതെ AP2A1 പലപ്പോഴും ഇന്റഗ്രിൻ ബീറ്റ 1 മായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി. കോശങ്ങളെ ചുറ്റുന്ന സ്കാർഫോൾഡിംഗ് പോലെയുള്ള കൊളാജിൻ മാട്രിക്സുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ്. കൂടാതെ AP2A1 ഉം ഇന്റഗ്രിൻ ബീറ്റ 1 ഉം കോശങ്ങൾക്കുള്ളിലെ സ്ട്രെസ് ഫൈബറിലൂടെ നീങ്ങുന്നു. കൂടാതെ ഇന്റഗ്രിൻ ബീറ്റ 1 ഫൈബ്രോബ്ലാസ്റ്റുകളിലെ സെൽ സബ്സ്ട്രേറ്റ് അഡീഷനുകൾ ശക്തിപ്പെടുത്തി. പ്രായപൂർത്തിയാകാത്ത കോശങ്ങളുടെ സ്വഭാവസവിശേഷതകൾ ഉയർത്തിയതോ കട്ടിയുള്ളതോ ആയ ഘടനയുടെ കാരണം ഇത് വിശദീകരിച്ചേക്കാം. AP2A1 വഴി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലേക്കുള്ള മെച്ചപ്പെട്ട അഡീഷൻ വഴിയും വിപുലീകരിച്ച സ്ട്രെസ് നാരുകൾക്കൊപ്പം ഇന്റഗ്രിൻ ബീറ്റ 1 ചലനത്തിലൂടെയും പ്രായപൂർത്തിയാകാത്ത കോശങ്ങൾ അവയുടെ വലിയ വലിപ്പം നിലനിർത്തുന്നുവെന്ന് ഞങ്ങളുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. ചന്തച്ചോട്ടിക്കുൽ ഉപസംഹരിക്കുന്നു. AP2A1 പദപ്രയോഗം വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ളതിനാൽ സെല്ലുലാർ വാർദ്ധക്യത്തിന്റെ അടയാളമായി ഇത് ഉപയോഗിക്കാനാകും. വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ഒരു പുതിയ ചികിത്സാ ലക്ഷ്യവും ഗവേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നൽകിയേക്കാം.